Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 43.30 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്. നിഫ്റ്റി മന്ത്ലി എക്സ്പയറി ഓഗസ്റ്റ് മാസത്തെ എക്സ്പയറി ആണ്. അപ്പോൾ ഇന്നലത്തെ ഡേ ലോ ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂ ഡേ ലോ വന്നിട്ടുണ്ട്. ഇന്നലത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ വന്നിട്ടുണ്ട്, അങ്ങനെ വേണം പറയാം. എന്തായാലും മന്ത്ലി എക്സ്പയറി ബെയറിഷ് ആവുമോ അതോ ബുള്ളിഷ് ആവുമോ നമുക്ക് നോക്കാം. എന്തായാലും ലോവർ സൈഡിൽ 23,925 ആണ് സപ്പോർട്ട് ലെവൽ. ഹയർ ലെവൽ റെസിസ്റ്റൻസ് ലെവലിൽ നോക്കുകയാണെങ്കിൽ 24,350 ലെവൽ. $24,300 പുട്ട് ഓപ്ഷൻ, അതുപോലെ തന്നെ 24,250 പുട്ട് ഓപ്ഷൻ. ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസാണ്. പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ്. കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,000 കോൾ ഓപ്ഷൻ. $24,050 കോൾ ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് ഡയറക്ഷണൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഓപ്പണിങ്ങിൽ. അതിനുശേഷം ഇന്നലത്തെ ഡേ ലോ ലെവലിൽ നിന്നൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. നമുക്ക് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനുശേഷം എൻട്രി ഡിസിഷൻ എടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്ത് അവിടെ നിന്നൊരു ഡൗൺഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡൗൺഫോൾ വരാനുള്ളൊരു തയ്യാറെടുപ്പിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 24,300 പുട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പുട്ട് ഓപ്ഷനൊരു എൻട്രി നമുക്ക് എടുക്കാം. ഒരു റീടെസ്റ്റ് വരുമോ നോക്കാം. എന്തായാലും ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. 122 കിട്ടിയത്. പുട്ട് ഓപ്ഷൻ എൻട്രി ആണ്. ടാർഗറ്റ് 160 ആണ് വരുന്നത്. നമുക്ക് നോക്കാം. $160 വരുമോ നമുക്ക് നോക്കാം. എന്തായാലും ഒരു പ്രൈസ് റിജക്ഷൻ ഹയർ ലെവൽസിലുണ്ട്. പ്രീവിയസ് ക്ലോസിംഗ് ലെവലിലേക്കാണ് വന്നൊരു ഗ്യാപ്പ് ഫില്ലാണ് വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഒരു വോളറ്റൈലായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സ് ആണ് ഇന്ന് കാണുന്നത് ഓപ്പണിങ്ങിൽ തന്നെ. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ ഡേ ലോ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പോട്ടിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഹെഡ്ജിങ് കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഒരു കോൾ ഓപ്ഷൻ ഹെഡ്ജ് കൊടുത്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ നമ്മുടെ 122.3 എടുത്തു. അത് ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൊമെൻറ്റമാണ് സ്പോട്ടിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കൂടുതൽ ഹയർ ലെവൽസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ലെഗ് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓവറോൾ പ്രോഫിറ്റിലേക്ക് വരാനുള്ള മൊമെൻറ്റം ഉണ്ടെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം.
ഇപ്പോൾ ആസ് ഓഫ് നൗ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഡൗൺ സൈഡിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പുട്ട് ഓപ്ഷൻ, അതായത് മാർക്കറ്റ് ബുള്ളിഷ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹെഡ്ജ് ചെയ്തു, ഏർലി ഹെഡ്ജ് തന്നെയാണ് കൊടുക്കുന്നത് നല്ലത്. നമ്മൾ വൺസ് അത് കൺഫേം ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ റിസ്കിലേക്ക് പോകും, പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ മന്ത്ലി എക്സ്പയറി ആണ്, ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡേ വരികയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ സൈഡ് വേസ് ഡേ ആണെങ്കിൽ ലോസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. കോൾ ഓപ്ഷനാണ് ഇപ്പോൾ പ്രോഫിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പുട്ട് ഓപ്ഷൻ ഓൾറെഡി ഡേ ലോ ബ്രേക്ക് ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ആ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇനി നമ്മൾ ഹോൾഡ് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല, നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ മാത്രമേ പറ്റൂ. അത് ഹെഡ്ജ് ചെയ്തിട്ട് ഈ ഒരു 24,100 കോൾ ഓപ്ഷൻ നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു 120 ലെവലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ 100-ലാണ്. അപ്പോൾ ഈ രണ്ടും അത്യാവശ്യം നല്ലൊരു ഹെഡ്ജ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കോസ്റ്റിൽ നിൽക്കുന്നത് ഡേ ഹൈ ലെവലിലേക്കാണ് വന്നിട്ടുള്ളത് കോൾ ഓപ്ഷൻ. എന്തായാലും ഒരു സ്പൈക്കിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ ബെയറിഷ് ആയിട്ടുള്ളൊരു ഡേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുൾ ബാക്ക് ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലത്തെ ചാർട്ടൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോളിൽ നമുക്കൊരു പുൾ ബാക്ക് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പുൾ ബാക്ക് ഒരു പക്ഷേ ഇന്ന് വരുന്നത് കാണാൻ സാധിക്കും. 250 ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 250 ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് 1 ലെഗ് ഹോൾഡ് ചെയ്യാം. അഥവാ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് പൊസിഷൻസ് റൈഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. പാസ് ഓഫ് നൗ 1.4K ലോസാണ്. പ്രീമിയം ഡേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡ് നമുക്ക് ലോസിലേക്ക് പോകേണ്ടി വരും. നമുക്ക് നോക്കാം. ആദ്യത്തെ 1 മണിക്കൂർ അല്ലെങ്കിൽ 11 മണിയാകുമ്പോഴേക്കും തന്നെ ഏകദേശം മൊമെൻറ്റം വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇന്നൊരു സൈഡ് വേസ് ഡേ ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പൊസിഷൻ 1.4K ലോസിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതേസമയം പുട്ട് ഓപ്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഡയറക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 160 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതേസമയം കോൾ ഓപ്ഷൻ നമ്മൾ ഹെഡ്ജ് ചെയ്തതിനകത്ത് 2.5K ലോസ് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് ഡേ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഹെഡ്ജ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഹയർ ലെവലിലേക്ക് പോകുമെന്നുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും ഇവിടെ ഡേ ഹൈ വന്നു. ഡേ ഹൈയിൽ ഒരു റീടെസ്റ്റാണ് വന്നിട്ടുള്ളത്. ആ റീടെസ്റ്റിൽ നമ്മൾ സെല് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നാണ് സെല് ചെയ്തത്. അപ്പോൾ ഒരു റീടെസ്റ്റ് പോകുമ്പോൾ തന്നെ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക ചെയ്തത്. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു പ്രീവിയസ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഡേ ലോ സപ്പോർട്ട് ലെവലിലേക്കാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്, 160 ലെവൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 1.4K 1.5K ആ ഒരു ലെവലിൽ തന്നെയാണ് ലോസ് നിൽക്കുന്നത്, നെറ്റ് ലോസ്. അതേസമയം നമുക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് 160ലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ. 160ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 160 ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു കോൾ ഓപ്ഷൻ ലെഗ് സ്ക്വയർ ഓഫ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം. ഈ ഒരു മൊമെൻറ്റം ഡേ ലോ വരെ വരാനുള്ള ചാൻസസ് ഉണ്ട് സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഹെഡ്ജ്ഡ് പൊസിഷൻ തന്നെയാണ് ഇപ്പോഴും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പൊസിഷൻ ഇപ്പോൾ 1.3K ലോസിൽ തന്നെ നിൽക്കുന്നുണ്ട്. ലോസ് കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഒരു മൊമെൻറ്റം പുട്ട് ഓപ്ഷനിൽ വരാൻ പോകുന്നുണ്ട്. 160 നമ്മുടെ ടാർഗറ്റിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 150 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 50 ലെവൽ ബ്രേക്ക് ചെയ്തു. 160 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ്ങും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇന്നലത്തെ പോലെ ഒരു ഫോളോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 24,140 ലെവൽ ബ്രേക്ക് ചെയ്യണം. അതുപോലെ തന്നെ 160 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റും. 24,050 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആവാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലാണ്. ഒരു പുൾ ബാക്ക് മേ ബി 137-36 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലെവൽ 160ലേക്ക് നേരെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്പൈക്ക് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം നോക്കുകയാണെങ്കിൽ 24,300 പുട്ട് ഓപ്ഷൻ പ്രീമിയം 145 ലെവലിലാണ് നിൽക്കുന്നത്. കോൾ ഓപ്ഷൻ പ്രീമിയം ആണെങ്കിൽ 75
ടു 80 ലെവലാണ്. അപ്പോൾ അത് ചെറിയൊരു പ്രീമിയം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷനിലേക്ക് ഇനിയൊരു മൊമെൻറ്റം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ലോസ് റിക്കവർ ചെയ്ത് നല്ല പ്രോഫിറ്റ്സിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലോസ് ഇപ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുന്നുണ്ട്, 1.3K 1.4K. അപ്പോൾ ഡെയിലോ ബ്രേക്ക് ചെയ്തൊരു ഫോൾ വരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പുൾ ബാക്ക് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. നമ്മുടെ പൊസിഷൻ 1.7K ലോസിലാണ്. ഒരു ഹെഡ്ജ് കൂടി കോൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവറേജ് ചെയ്ത കോൾ ഓപ്ഷൻ അറൗണ്ട് 70 ആവറേജ് ചെയ്തത്. അപ്പോൾ ആവറേജ് പ്രൈസ് 94.9 ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 160 വന്നിട്ടുണ്ട്. 160 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാം. $160 വന്നിട്ടുള്ളത്. 160 നമുക്ക് 160 ബ്രേക്ക് ചെയ്തതിന് ശേഷം കോൾ ഓപ്ഷൻ, ഒരു ലെഗ് കോൾ ഓപ്ഷൻ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫോൾ അതിന് ശേഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഡെയിലോ ബ്രേക്ക് ചെയ്ത് ഫോൾ ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. യെസ്, നമുക്ക് ഒരു ലെഗ് സ്ക്വയർ ഓഫ് ചെയ്യാം. വെയിറ്റ് ചെയ്യാൻ ഒരു കൺഫർമേഷൻ കിട്ടാനുണ്ട്. യെസ്, നമുക്ക് ഒരു ലെഗ് സ്ക്വയർ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 1.9K ലോസാണ് നിൽക്കുന്നത്. 160 ലെവൽ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ്ങും ഒരു ബൈയിങ് പ്രഷറും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള മൊമെൻ്റാണ് നമുക്ക് ആവശ്യം. 160 ബ്രേക്ക് ചെയ്തു, അതുപോലെ തന്നെ ഡെയിലോ ലെവലും ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺഫർമേഷനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ഇപ്പോൾ 169 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 1 കോൾ ഓപ്ഷനും 1 പുട്ട് ഓപ്ഷനാണ് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൾ ഓപ്ഷൻ ഓൾമോസ്റ്റ് 50-60 ലെവലിലേക്ക് വന്നു. അപ്പോൾ ഇനിയൊരു ഡൗൺഫോള് പുട്ട് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ, പുട്ട് ഓപ്ഷനിലൊരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ്സിലേക്ക് വരാൻ പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് 2K ലോസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിലും പ്രീമിയം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു 60യും പിന്നെ 160 ആണ്. ഇപ്പോൾ 160 എന്ന് പറയുന്നത് നല്ലൊരു സ്പൈക്ക് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇൻ കേസ് പുട്ട് ഓപ്ഷനിൽ DK വന്നു കഴിഞ്ഞാൽ നല്ല ലോസ് നമുക്ക് വരും. ഇപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി അറൗണ്ട് 2K ലോസിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുട്ട് ഓപ്ഷനിലുള്ള പ്രോഫിറ്റ് മുഴുവൻ പോയി കഴിഞ്ഞാൽ ഒരു 2K അറൗണ്ട് ലോസ് ആഡ് ആവും ഇതിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട് മാർക്കറ്റ് സൈഡ് വേസിലേക്ക് പോവുകയാണെങ്കിൽ. പക്ഷേ ട്രെൻഡ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് 160 എന്ന് പറയുന്നത് 200+ 240 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെഗ് സ്ക്വയർ ഓഫ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലെഗ് സ്ക്വയർ ഓഫ് ചെയ്തത്. പക്ഷേ നമുക്ക് ഇപ്പോഴും ബുക്ക് ചെയ്യാനായിട്ടില്ല. 1.8K ലോസിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു സ്പൈക്കാണ് നമുക്ക് ആവശ്യം. അത് വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2K ലോസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയിലൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 133 24,300 പുട്ട് ഓപ്ഷൻ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഹോൾഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞാനത് ബുക്ക് ചെയ്തു. അപ്പോൾ ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 പോയിൻറ്റ്സ് മാത്രമാണ് പ്രോഫിറ്റ് കിട്ടിയത്.
നല്ലൊരു എൻട്രി ആയിരുന്നു. ഈ ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം ഈ ഒരു ലെവലിൽ നിന്നാണ് എൻട്രി ചെയ്തത്. അപ്പോൾ അത് ക്വിക്ക് ബുക്കിംഗ് ചെയ്തു. ഒരു 5 പോയിൻറ്റ്സ് ആണ് അതിനകത്ത്, 5.5 പോയിൻറ്റ്സ് ആണ് കിട്ടിയത്. അപ്പോൾ അറൗണ്ട് 2K ലോസിൽ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം 160 ലെവലിൽ നിന്ന് ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 160 ലെവലിൽ ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ഞാൻ 160 ലെവൽ ബ്രേക്ക് ചെയ്തപ്പം ഒരു കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പുട്ട് ഓപ്ഷൻ പുൾ ബാക്ക് വന്നപ്പോൾ ഒരു എൻട്രി എടുത്തത് നല്ലൊരു എൻട്രി ആയിരുന്നു. അത് 150 ഏകദേശം ഒരു 15 പോയിൻറ്റ്സോളം പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അത് ശരിക്കും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷൻ ആയിരുന്നു. പക്ഷെ അത് ഞാനത് സ്ക്വയർ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ 160 ലെവൽ ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡേലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേസമയം ഇവിടെ ഒരു ഹയർ ഹൈ വന്നിട്ടുണ്ട്. അപ്പോൾ റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് മാർക്കറ്റ് ഇന്ന്. ഈ ഡേലോ ബ്രേക്ക് ചെയ്തൊരു ഫോൾ വരുമോ നമുക്ക് നോക്കാം. എന്തായാലും ഡേലോ ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഡേ ഹൈ അല്ലെങ്കിൽ ഈ ഒരു 200 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. 185 200 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പൊസിഷൻ ഇപ്പോൾ 2K ലോസിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു മൊമെൻറ്റം ഡേലോ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ, സ്പോട്ടിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് വരാനുള്ള ചാൻസസ് ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു പുട്ട് ഓപ്ഷൻ പ്രീമിയം ഡിക്കേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ഇനി നല്ല എൻട്രീസ് വരികയാണെങ്കിൽ എടുക്കാം. ഈ ഒരു ലെഗ് ഒരുമിച്ച് തന്നെ സ്ക്വയർ ഓഫ്, ഈ ഒരു പൊസിഷൻ ഒരുമിച്ച് തന്നെ സ്ക്വയർ ഓഫ് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതല്ലാതെ ഒരു എൻട്രി നമുക്ക് പുട്ട് ഓപ്ഷനിലോ കോൾ ഓപ്ഷനിലോ വരികയാണെങ്കിൽ എടുക്കാമെന്ന് മാത്രം. അതിനനുസരിച്ചിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ തന്നെ റൈഡ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. അതിനുള്ള മൊമെൻറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 2.2K ലോസിലാണ്. ഇപ്പോൾ 11 മണി കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു മൂവ്മെൻറ്റ് വരുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സ്ക്വയർ ഓഫ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലോസ് 2.2K ഓൾമോസ്റ്റ്. അപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഒരു ഹയർ ഹൈ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹയർ ഹൈ വന്നതിന് ശേഷം അപ്പോൾ നമുക്ക് എന്തായാലും ഡേലോ ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡേലോ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ റിക്കവറി. അപ്പോൾ ഈ ഒരു റേഞ്ചിനിടയ്ക്ക് 160 അതുപോലെ തന്നെ 120 ഈ ഒരു 40 പോയിൻറ്റ്സിനിടയിലാണ് നിൽക്കുന്നത്. ഇന്ന് മന്ത്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 133 ലെവൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന എൻട്രി 133 ലെവലിൽ ഈ ഒരു ഓർഡറിൽ നമുക്കിവിടെ 133ൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇത് സൈഡ് വേസിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഒരു ടാർഗറ്റ് കൃത്യമായിട്ട് ഫസ്റ്റ് നമ്മളെടുത്ത എൻട്രി 122-ലെടുത്ത എൻട്രിയാണ് 24,300 പുട്ട് ഓപ്ഷൻ. അപ്പോൾ അത് കൃത്യമായിട്ട് ടാർഗറ്റിലേക്ക് 160ലേക്ക് വന്നു. പക്ഷെ അത് നേക്കഡ് പൊസിഷൻ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് എൻട്രി എടുത്ത് ഉടനെ തന്നെ നമുക്ക് ലോവർ ലോ വന്നതുകൊണ്ട് അത് ഡേ ഹൈ റീടെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു ലെവലിൽ റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു റീടെസ്റ്റിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഹെഡ് ചെയ്തു. അപ്പോൾ ആ ഹെഡ് ചെയ്തതിലാണ് കൂടുതലായിട്ടും ലോസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷനിൽ 1.5K പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ഹെഡ് ചെയ്ത പൊസിഷനിൽ 3.7K ലോസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഹെഡ് ചെയ്യുമ്പം ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത് 120 ലെവൽ 119 ലെവലാണ്. അത് ഓൾമോസ്റ്റ് ഡേ ഹൈ വന്നിട്ടുണ്ടായിരുന്നത് 124 ആണ്. അപ്പോൾ ഏകദേശം ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് നമ്മളെടുത്തു. അത് 60 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഡേ ലോ വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ 56.3 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രീമിയം ഡിക്കേ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടില്ല. കുഴപ്പമില്ല. 2.2K ലോസ് വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഇത് ഹോൾഡ് ചെയ്ത് കൂടുതൽ റിസ്ക് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് നാളെ നോക്കാം.
നാളെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.